ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സാധാരണക്കാരൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതും സാധാരണക്കാരൻ്റെ ഹോട്ടലിൽ. അതാണ് ഹംഗ്രി മൃണാൾ. ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഞാനും പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങളൊരു ഏകദേശം ഒരു 10:30 സമയത്താണ് അവിടെ എത്തിയത്. അപ്പം എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് കൗണ്ടറിൽ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തീർന്നിട്ടുണ്ട്. 1 മണി വരെ ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞ ടൈമും. സാധാരണക്കാരൻ്റെ ഹോട്ടലായ കാരണം ആദ്യം തന്നെ നമ്മൾ ടോക്കൺ എടുക്കേണ്ടി. ടോക്കൺ വിളിക്കണവരെ നമ്മൾ സാധാരണക്കാരൻ്റെ പോലെ 4 ചപ്പാത്തിയും 2 കടലക്കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ ടോക്കൺ എടുത്ത് വിളിച്ചപ്പോൾ നമ്മൾ പോയി ഫുഡെല്ലാം കളക്ട് ചെയ്തു. ഫുഡ് ഇനി നമുക്ക് കഴിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഈ ഹോട്ടൽ അവകാശപ്പെടുന്ന ഒരു സാധാരണക്കാരൻ്റെ ഫുഡ് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ് എന്ന രീതിയിലാണ്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കുറേ കാര്യങ്ങൾ ഇതിൽ പോസിറ്റീവ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു റിവ്യൂ മോഡിലാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി കാര്യങ്ങൾക്കൊക്കെ 101 രൂപയാണ് നമുക്ക് ബില്ലായിട്ടുള്ളത്. ഇനി അതിൻ്റെ വന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നോർമലി നമ്മൾ ഒരാൾ ചപ്പാത്തി എടുക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് പൈസ, അതുപോലെ കടലക്കറി എടുക്കുമ്പോൾ സെപ്പറേറ്റ് പൈസ, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് പൈസ വെച്ചാണ് ഇവിടെ പേയ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കച്ചമ്പറിന് വേറെ പൈസ, അച്ചാറിന് വേറെ പൈസ, അങ്ങനെ ഓരോ ഇതിനും സെപ്പറേറ്റ് പൈസ എന്ന രീതിയിലാണ് ഇവിടെ ഈടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 ചപ്പാത്തി കഴിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് കറി നമുക്ക് ചിലപ്പോൾ തികയാണ്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് വീണ്ടും കറി മേടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ഒരു മലയാളി സംബന്ധിച്ച് ഒരു ചോറ് കഴിക്കുമ്പോൾ ഒരു കറി കൂട്ടി കഴിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം മലയാളി എപ്പോഴും കറികളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു 4-5 കറികൾ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഈ ഹോട്ടൽ എപ്പോഴും നഷ്ടമായിരിക്കുമല്ലോ. ഇവിടെ ഹോട്ടൽ എന്ന രീതിയിൽ ഇത് നല്ലൊരു സക്സസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്പേസ്, കാർ പാർക്കിംഗ് സൗകര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡിനാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നില്ല. സെപ്പറേറ്റ് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെല്ലാത്തിനും സെപ്പറേറ്റ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു പുറത്തുനിന്നൊക്കെയാണ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡിൻ്റെ ഒപ്പം ബിരിയാണി ഒപ്പം ഒരുപാട് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഐറ്റംസിനെല്ലാം ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഇതുമില്ല. പക്ഷേ ഇവിടെ ഓരോ കൊടുക്കുന്ന പ്രൊഡക്റ്റിനും അതിൻ്റേതായ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാധാരണക്കാരൻ്റെ കൺസെപ്റ്റ് എന്ന് മാറ്റിയിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടൽ, ആ ഒരു കൺസെപ്റ്റാണ് ഇതിന് കുറച്ചും കൂടി മാച്ച് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ റിവ്യൂ ചെയ്തപ്പോഴും ഇവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസും അത് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ തീം നന്നായിട്ടുണ്ടെന്ന് അവരും അഭിപ്രായപ്പെടുന്നു. പിന്നെ ഞാൻ അവിടെ പുറത്തുനിന്ന് ചായയും കാര്യങ്ങളും കുടിക്കാൻ വേണ്ടി വന്നു. അവിടെ എന്തൊക്കെയോ കുറേ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും മനസ്സിലായാലും കുറേ നേരം നോക്കിയിരുന്നു. ശേഷം നമ്മൾ അവിടുത്തെ സ്നാക്സ് കാര്യങ്ങളെല്ലാം കഴിച്ചു. അവിടെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, നമ്മളെല്ലാം ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ചട്നിക്ക് എൻ്റെ നിന്ന് പൈസ മേടിച്ചു. അതാണ് എനിക്ക് അവിടെ ഒരു ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ കിട്ടിയത്. കാരണം ഒരു സാധനത്തിന് എല്ലാത്തിനും സെപ്പറേറ്റ് പൈസ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ടിഷ്യൂവിന് വരെ അവിടെ പൈസ മേടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡ് കൊള്ളാം. നമ്മൾ ഓരോരോ പ്രൊഡക്റ്റും സെപ്പറേറ്റ് തന്നെ കഴിച്ച റിവ്യൂ നോക്കി എല്ലാ പ്രൊഡക്റ്റും നല്ല രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മോർ വീഡിയോസ് ഫോളോ വൈറ്റ് പപ്പായ.